ഹായ് ഫ്രണ്ട്സ്, സാബിഡി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കടക് എന്ന് പറഞ്ഞ സിനിമ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈഗിൾ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതും കണ്ടെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ടച്ച് മീ നോട്ട് പറഞ്ഞ ഷോർട്ട് ഫിലിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് വന്നിരിക്കുന്നത് നോക്കാം. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ ഹിന്ദി ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എന്താ പറയുക വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നുവെങ്കിലും OTTയിൽ ഹിന്ദി ഓഡിയോ മാത്രം വന്ന സമയത്ത് തന്നെ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നതായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ എന്ന് വരുന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമയുടെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ ആണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് മൂവിയാണ്. ഒരു എറോട്ടിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. മിക്സ് അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ മാർച്ച് മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഹെഡ് ബീറ്റ് എന്ന ഒരു സീരീസ് ആണ്, ഒരു തമിഴ് സീരീസ് ആണ്. മാർച്ച് മാസം 8-ാം തീയതി ഈ ഒരു സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് തന്നെയാണ്. സോണി ലീവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ് മഹാറാണി എന്ന സീരീസ്. 3-ാമത്തെ സീസണാണ്. ഹിമ ഖുറേഷിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവ് വഴി ഈ ഒരു സീരീസ് മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ വന്ന സിനിമയായിരുന്നു. സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമ. മാർച്ച് മാസം 20-ാം തീയതി ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 20-ാം തീയതിയിൽ അത്രയും നീണ്ടുപോയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് തമിഴിൽ റിലീസ് ചെയ്ത കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പോർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അർജുൻ ദാസ് അതുപോലെ തന്നെ കാളിദാസ് ജയറാമൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പോർ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ ഒരു സിനിമയുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ബ്രീത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ മാർച്ച് മാസം 8-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാർച്ച് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തെലുങ്ക് സിനിമയാണ് സൗണ്ട് പാർട്ടി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴി തന്നെയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പം അടുത്ത അന്വേഷിപ്പിക്കേണ്ടത് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്തു. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും മറ്റ് സിനിമകളുടെ ആ ഒരു ഓളത്തിൽ പിന്നോട്ടടിക്കപ്പെട്ട ഒരു സിനിമയാണ് അന്വേഷിപ്പിക്കേണ്ടത് പറഞ്ഞ സിനിമ. നല്ല സിനിമയാണ്, കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 8-ാം തീയതി മലയാള ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ തെലുങ്ക് വേർഷനൊക്കെ വരാൻ തയ്യാറെടുക്കുകയാണ്. തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മാർച്ച് മാസം 8-ാം തീയതി തെലുങ്ക് ഡബിൾ വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്തായാലും പെട്ടെന്നൊന്നും റിലീസ് ചെയ്യാൻ പ്ലാനിങ് ഇല്ല. വിഷു സ്പെഷ്യലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക, OTT റിലീസ് ചെയ്യുക. ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് പ്രേമലു പറഞ്ഞ സിനിമ. അപ്പോൾ ഇത്രയും സിനിമകളാണ്, 10 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ 8-ാം തീയതി ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ സിനിമകളാണെന്നുള്ളൊരു അപ്ഡേറ്റ് ഞാൻ അടുത്തൊരു വീഡിയോ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കടക് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.